ഈ ഹംപി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ഓർമ്മ വരുന്നത്? മൊത്തം ഹമ്പ്. ആ റോഡുകളിൽ മൊത്തം ഹമ്പാണ്. ഹമ്പി അപ്പൊ എത്തിക്കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ ആദ്യത്തെ ഹമ്പിൽ പോയി ചാടി. ബാക്കിൽ ടയറെല്ലാം കൂടെ സ്റ്റെപ്പിന് ടയർ അടക്കം ഇളകി അല്ലെ? അതെ അത്രയും വലിയ ചാട്ടം ചാടി. ബാഗ് എല്ലാം കൂടെ മുകളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത്രയും ഹൈവേയിൽ വന്നിട്ട് ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ ഒരു ഹമ്പ് ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു സൈൻ ബോർഡോ ഒന്നുമില്ല. നേരെ ചാടി. അപ്പോഴേ മനസ്സിലായി ഹമ്പി. ഈ റൂംസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു രസമുണ്ട്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ റൂം എന്ന് പറഞ്ഞ ബോർഡ് പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നിൽക്കുന്ന സൈഡിൽ കൂടെ ഒരു ടാറിങ് ഒന്നും ഇല്ലാത്ത ഒരു വിജനമായിട്ടുള്ളൊരു റോഡാ. അപ്പൊ ഇയാള് റൂം എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നാമത് ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേനും ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ സേഫ്റ്റി മസ്റ്റ് ആയിട്ട് നോക്കണമല്ലോ. എങ്ങനെയായിരിക്കും യാത്രകൾ, എത്ര എക്സ്പെൻസ് വരും, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെലവ് വരുന്നുണ്ട്, എങ്ങനെയുള്ള റൂമുകൾ നമ്മൾ എടുക്കണം. ഇത് ഞങ്ങൾ പോകുന്നത് ട്രെയിനിനല്ല, കാറിന് റോഡ് ട്രിപ്പ് ആണ്. അപ്പൊ ഇനിയൊരു റോഡ് ട്രിപ്പ് വരുന്നത് വലിയൊരു റോഡ് ട്രിപ്പ് തന്നെയായിരിക്കും നമ്മുടെ ചാനൽ വരാൻ പോകുന്നത് അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? പിന്നെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പ് ഉള്ള, നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രീമിയം അല്ല, അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള റൂം എടുക്കേണ്ടി തന്നെ വരും. അപ്പൊ അതിന്റെ എക്സ്പെൻസ് നമ്മൾ കണ്ടിട്ട് തന്നെ വേണം പോകാനായിട്ട്. മിനിമം ഒരു 2000 രൂപ എന്തായാലും അതിന് റൂമിന് തന്നെ മാറ്റേണ്ടി വരും. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഒരു അപകടം പറ്റി ഉണർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചത് പോലും ഓർമ്മയില്ലാത്ത രീതിയിലുള്ള ഉറക്കമായിരിക്കും ഈ വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചല്ലേ അവിടെ ശരിക്കും? അവിടെ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തോ ഒന്ന് അവിടുന്ന് പോന്നേക്കാം എന്ന് തോന്നി. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നിയതുകൊണ്ടാണ്. അമ്പലങ്ങളൊക്കെ പോയി നമ്മൾ അവിടെ പോയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അത് പോയി ഫീൽ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. 10 രൂപ യൂറിൻ പാസ് ചെയ്യാനായിട്ട് 10 രൂപ മേടിക്കുന്ന സ്ഥലമുണ്ട്. ആ 10 രൂപ മേടിക്കുന്ന സ്ഥലത്തിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് പോലെയാണ്. ട്രാവൽ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് ആ അതിർത്തി കിടക്കാനുള്ള പെട്രോൾ അടിച്ചിട്ട് പോവുക, എന്നിട്ട് പുറത്തുനിന്ന് അടിക്കുക. ഭയങ്കര ലാഭമാണ്. നമസ്കാരം എല്ലാവർക്കും. ഇമ്പൾസ് ട്രാവലറിന്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക്, നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള അനുഭവമാണ്. നമ്മൾ ഏതൊക്കെ സംസ്ഥാനത്ത് ട്രാവൽ ചെയ്തു? കേരളം, നേരെ നമ്മൾ കർണാടക പോയി, അവിടെ നേരെ മഹാരാഷ്ട്ര പോയി. അപ്പൊ ഈ യാത്രയിലെ കുറച്ച് അനുഭവങ്ങൾ, റോഡ് ട്രിപ്പ് ആയിരുന്നു. നമ്മുടെ മാരുതി ആൾട്ടോ കാറിലാണ് ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചത്. ഏകദേശം 2500ഓളം കിലോമീറ്റർ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിലെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചു. അതിലെ തമിഴ്നാട് ഒഴിവാക്കി കർണാടക വഴി നമ്മൾ നേരെ എന്ത് ചെയ്തു? മഹാരാഷ്ട്രയിൽ പോയി, ബോർഡർ വരെ പോയി തിരിച്ചു പോന്നു. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അസൗകര്യങ്ങള്, കാര്യങ്ങള്, ഇതൊരു റോഡ് ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് വയനാട്ടിലേക്കാണ് അല്ലെ? വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചുരത്തിലുണ്ടായിട്ടുള്ള ബ്ലോക്കാണ്. ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണിച്ചു ഒരു 45 മിനിറ്റോളം ബ്ലോക്ക് ഉണ്ടാവും, കൺജഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കൃത്യമായിട്ട് അത്രയും സമയം നമ്മൾ ബ്ലോക്കിൽ പെടുകയും ചെയ്തു. എന്തായിരുന്നു റീസൺ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അവിടെ വണ്ടി കംപ്ലൈന്റ് ആകുമോ, ലോറി കംപ്ലൈന്റ് ആകുമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വളവിൽ ഒരു കൺജഷൻ വന്നു. അവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് പേര്, ചുരത്തിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ സൈറ്റിൽ ഇങ്ങനെ വെക്കാം, നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പൊ ആ ഒരു റീസൺ കൊണ്ട്, തിരക്ക് കൊണ്ട് അവിടെ ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ടായി. 45 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്തു? ചുരത്തിൽ കുടുങ്ങി. എന്നിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് കൽപ്പറ്റ എത്തിയപ്പോഴേക്കും രാത്രിയായി അല്ലെ? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ചുരത്തിൽ കയറിയതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല, ബുദ്ധിമുട്ടുണ്ടായില്ല. ശരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുരമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, കയ്യിൽ വെള്ളം കരുതിക്കൊള്ളുക, കയറുക. കാരണം തിരിച്ചിറങ്ങിപ്പോരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ ഗുണ്ടൽപേട്ടിൽ പോയി. സുൽത്താൻ ബത്തേരി വഴി ഗുണ്ടൽപേട്ടിൽ പോയി. നല്ല റോഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. രാത്രിയാണ് നമ്മൾ എന്ത് ചെയ്തത്? കാട്ടിക്കൂടെ ട്രാവൽ ചെയ്ത് ഗുണ്ടൽപേട്ടിൽ എത്തിയത്. അപ്പൊ ഗുണ്ടൽപേട്ടില് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിലൊക്കെ, ഷോർട്സിലൊക്കെ. എന്താ സൺഫ്ലവർ ആയിട്ട് സൺഫ്ലവർ ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒന്ന് കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഗുണ്ടൽപേട്ടിൽ സ്റ്റേ ചെയ്തു. ഈ സ്റ്റേയുടെ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ അത്യാവശ്യം നല്ല എന്ത് ചെയ്യണം? ഹൈ ക്ലാസ് ആവണമെന്നില്ല, ലോ ക്ലാസ് ആവണമെന്നില്ല, ഒരു മീഡിയം റേഞ്ചുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ.
കാരണം പല സ്കാമുകൾ നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ. പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ റൂം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരിക്കും. നമ്മൾ അവരെ ഒന്നും അപ്രോച്ച് ചെയ്യാതെ തന്നെ നമ്മൾ സ്വയം ഗൂഗിളിൽ കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ള ഒരുപാട് ട്രാവൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ കണ്ടെത്തിയിട്ടുള്ള റൂമിൽ നമ്മൾ പോയി സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴല്ല, ഞാൻ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരിക്കലും ലോക്കലായിട്ടുള്ള റൂമുകളിൽ പോയി താമസിക്കാറില്ല. മനസ്സിലായില്ലേ? ക്യാമറ, സെക്യൂരിറ്റി കാര്യങ്ങൾ, പാർക്കിംഗ് എല്ലാം പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ താമസിക്കാവുള്ളൂ. അതൊരു കാര്യമാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൺഫ്ലവർ ഗാർഡൻ തേടി കുറെ അലഞ്ഞു, ഒരുപാട് നടന്നു, എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച എപ്പോഴാണ്? അത് ഒഴിവാക്കി അല്ലെ? അത് വേണ്ട എന്ന് വെച്ച രീതിയിൽ നമ്മൾ മൈസൂർക്ക് ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ സൺഫ്ലവർ ഗാർഡൻ നമ്മൾ കണ്ടത്. അപ്പൊ അത് ഈ റീൽസിൽ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒരു 10-35 സെന്റിനകത്ത് ചെറിയൊരു പറമ്പിനകത്ത് റോഡ് സൈഡിൽ ചെറിയൊരു പാടം, ചെറിയൊരു സൂര്യകാന്തി പാടം. അവിടെ എത്ര റേറ്റ് നമുക്ക് എടുത്തേ? ഒരാൾക്ക് 50 രൂപ. ഒരാൾക്ക് 50 രൂപ. അതായത് വിത്ത് ഫോട്ടോഗ്രാഫി എല്ലാം വെച്ചിട്ട് ഒരാൾക്ക് 50 രൂപ. അപ്പൊ നമ്മുടെ രണ്ടുപേരും എന്ത് ചെയ്തു? അവിടെ ഇറങ്ങി 50 രൂപ കൊടുത്തു, 100 രൂപ കൊടുത്തു രണ്ടുപേരും കൂടെ. അതിനകത്ത് കയറി ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ആ വീഡിയോസ് ഞാൻ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്, കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ് ഫോട്ടോസ് എടുത്തതും എല്ലാം, അല്ലെ? സാറ്റിസ്ഫൈഡ് ആണ് അതിനകത്ത്. അപ്പൊ ഇതിനകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാം നമുക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ സൂര്യകാന്തി, ഈ ഒരു സൂര്യകാന്തി തോട്ടം അവര് റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് വിസിറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ കേരളത്തില്, നമ്മുടെ നാട് മഞ്ചേരിയാണ്, കരുവാരക്കുണ്ടിലൊക്കെ ഇഷ്ടംപോലെ സൂര്യകാന്തി പാടങ്ങളുണ്ട്. അവിടെ കാണാൻ ചെല്ലുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള ഈ റോഡ് സൈഡിലൊക്കെ സ്ഥലമുള്ള ആൾക്കാരാണ്, വെറുതെ കിടക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് വേറെ ബിസിനസ് ഒക്കെയാണ്, അല്ലെങ്കിൽ പുറത്തു പോയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പാട്ടത്തിന് കൊടുക്കുക. ഇതുപോലെ ഈ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം എന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് മേടിക്കുക. അതല്ലെങ്കിൽ പാട്ടത്തിന്റെ കരാർ അനുസരിച്ചിട്ടുള്ള എമൗണ്ട് മേടിച്ചിട്ട് അവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്, അല്ലേ? ശരിക്കും ഒരു ദിവസം നമ്മൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ഏകദേശം ഈ വാനിനകത്തും അതുപോലെ തന്നെ വണ്ടിക്കകത്തും ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോസ് എടുത്ത് പോകുന്നുണ്ട്. നമുക്ക് 4-5 ഫാമിലീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്യൂ നിൽക്കുന്നതല്ല, വെയിറ്റ് ചെയ്തു ഇവർ പോകുന്നവരെ, എന്നിട്ടാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും എടുത്തത്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ അവിടെ എത്ര എമൗണ്ട് വന്നെന്നുള്ളതെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ സൂര്യകാന്തി എന്ന് പറയുമ്പോൾ ആ ചെടിക്കകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമൊന്നുമല്ല, അവിടെ ഈ വരുന്ന ഇങ്ങനെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനം വലിയൊരു എമൗണ്ട് തന്നെയാണ്. മിനിമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം എന്തായാലും ഒരു 10,000 രൂപ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവർക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെ? ശരിക്കും അങ്ങനെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ കൃഷിയൊക്കെ ചെയ്തിട്ട് സൺഫ്ലവർ ഗാർഡനോ അല്ലെങ്കിൽ ചെണ്ടുമല്ലിയോ അങ്ങനെ എന്ത് സാധനങ്ങൾ വെച്ചിട്ട് വേണമെങ്കിലും വിസിറ്റേഴ്സിനെ വരുത്തിയിട്ട് ചെറിയൊരു എമൗണ്ട്. ലീഗൽ സൈഡൊന്നും നമുക്കറിയില്ല കേട്ടോ, പറയാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ മൈസൂരിലേക്ക് പോയി. മൈസൂരിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റോഡ് നല്ല സൂപ്പർ റോഡായിരുന്നു, ഒന്നും പറയാനില്ല. മൈസൂരൊക്കെ നല്ല സൂപ്പർ. അതായത് ബ്ലോക്കും ഇല്ല. ബ്ലോക്കിന്റെ കാര്യം മാത്രമല്ല, റോഡ് നല്ല റോഡായിരുന്നു. 4 വരിപ്പാതയാണ്, ഓൾമോസ്റ്റ് എല്ലാം 4 വരിപ്പാത തന്നെയായിരുന്നു. അധികം കഞ്ചക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അധികമൊന്നും ഇല്ലായിരുന്നു. അത് മാപ്പിനകത്ത് കാണിച്ച ആ ഒരു കിലോമീറ്റേഴ്സ് നമ്മൾ എത്താൻ വേണ്ടി തന്നെ ഏകദേശം കുറച്ച് സമയം എടുത്തുള്ളൂ, അല്ലേ? അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ, അതായത് സൂവിലാണ് ആദ്യം കയറാൻ നോക്കിയത്. വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 500 മീറ്റർ അപ്പുറമാണ് സൂവിന്ന് പാർക്കിംഗ് ഏരിയ ഉള്ളത്. നമ്മൾ അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തു. അവിടുന്ന് ഓട്ടോയ്ക്ക് പോരാൻ തീരുമാനിച്ചു. എന്തായാലും ഒരു ഇറക്കമായിരുന്നു, അപ്പൊ തിരിച്ച് കയറണമല്ലോ അത്രയും ദൂരം. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് ഇതുപോലെ സൂവിൽ പോകണം എന്ന് പറഞ്ഞപ്പോ ഓട്ടോക്കാരൻ എന്ത് പറഞ്ഞു? അതിൽ പറഞ്ഞ പച്ചക്കള്ള നമ്മളെ വിശ്വസിച്ച് പോകും ആ രീതിയിലാണ് പറഞ്ഞത്. അതായത് സൂവില് 45 മിനിറ്റ് 1 മണിക്കൂർ ബ്രേക്ക് ടൈം ആണെന്നാണ് അരമണിക്കൂറെങ്കിലും എടുക്കും അത് ഫ്രീ ആവണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എത്തിയ സമയം എന്ന് വെച്ചാൽ ഒരു 12:15 കൂടിയായിരുന്നു, അല്ലേ? 1 മണിക്ക് ശേഷം കാണ്ട് എവിടെ തുറക്കോളെന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചന്ദന ഫാക്ടറി, അല്ലെ? ചന്ദന ഫാക്ടറി ഉണ്ട്, എന്തോ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ എൻട്രി ഫ്രീ ആണ്, നമുക്ക് അവിടെ കയറിയിട്ട് സന്ദർശിക്കാം. ചെറിയ ദൂരേ ഉള്ളൂ, അധികം എമൗണ്ട് ഒന്നും വരില്ല എന്ന രീതിയിൽ പറഞ്ഞു.
അപ്പൊ ഞാൻ വാശി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ഇങ്ങനെ സൂ കാണാൻ വേണ്ടി വന്നതല്ലേ, അങ്ങോട്ട് തന്നെ പോകാന്ന് പോകാന്ന് പറഞ്ഞു. ഇപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വണ്ടിയുണ്ട്, സൂന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റും. വേണ്ടാന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്, അവിടെ എത്തിയപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇല്ല. അവിടെ യാതൊരു തരത്തിലെ ബ്രേക്കിംഗ് ടൈമോ അങ്ങനെ ഒന്നും ഇല്ല. അവിടെ ഒന്നുമില്ല, ബ്രേക്ക് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ ഇതുപോലെയുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അറിയാത്തവരാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതിനകത്ത് പുള്ളി പറഞ്ഞ കാര്യത്തിനകത്ത് ഈ ചന്ദന ഫാക്ടറി എന്ന് പറയുമ്പോൾ എൻട്രി ഫ്രീ ആയിരിക്കും. നമ്മൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡ്രൈവർക്ക് ചിലപ്പം അവിടുന്ന് കമ്മീഷൻ കിട്ടുന്നുണ്ടാകാം. തെളിവില്ലാത്ത കാര്യമാണ് ഞാൻ പറയാം, മേ ബി അതായിരിക്കാം. അതാണ് അവിടെ എൻട്രി ഫ്രീ ആണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. കുറച്ച് ദൂരേ ഉള്ളൂ, ട്രിപ്പിന് അധികം റേറ്റും വരില്ല, അവിടെ പോവാം, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വിടാമെന്നും പറഞ്ഞു, വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ബിസിനസ് ട്രിക്ക് പരമായിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കമ്മീഷനോ കാര്യങ്ങളോ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഒരു എമൗണ്ട് കിട്ടും ഓർത്തിട്ടാവാം, ട്രിപ്പിന് ഒരു എമൗണ്ട് കിട്ടും ഓർത്തിട്ടും ആവാം. അങ്ങനെ ഞങ്ങൾ സൂവിൽ കയറി. സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നഗരത്തിനകത്താണ് ആ സംഭവം എന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നില്ല. ഒരു വനം പോലെ തന്നെ ഫീൽ ചെയ്യും. വനം പോലെ തന്നെ ഫീൽ ചെയ്യും. ആ വനത്തിനകത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നു. അതായത് ഒരു വനത്തിനകത്ത് നമുക്കിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് ഓരോ മൃഗങ്ങളെയും കാണാന്നുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മള് സാധാരണ സൂവിലൊക്കെ പോകുമ്പോഴേക്കും ഇപ്പൊ നഗരങ്ങളിലുള്ള സൂ ആണെന്നുണ്ടെങ്കിൽ വണ്ടി പോകുന്ന ശബ്ദം, ഹോണടിക്കുന്ന ശബ്ദം എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് കയറുമ്പോൾ നമുക്കത് അറിയാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെ കയറി കഴിഞ്ഞാൽ പഴയ പോലെ അല്ല കേട്ടോ. ഞാൻ ഒരു 10-15 വർഷം മുന്നേ ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ കയറുന്ന സമയത്ത് പണ്ട് നമ്മൾ നടന്ന് തന്നെ കാണണമായിരുന്നു. ഇലക്ട്രിക് വാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പം വേറൊരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്. മൂന്ന് ചക്ര വണ്ടി വന്നിട്ടുണ്ട്. അത് സൈക്കിൾ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സംഭവമാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുള്ള് കറങ്ങിയിട്ട് വരാം. ഒരു മണിക്കൂറിന് 200 രൂപ അല്ലെ, 200 രൂപ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ കയറേണ്ടവർക്ക് കയറാം. നമ്മൾ നടന്ന് സുഖമായിട്ട് നമ്മൾ നടന്ന് ട്രാവൽ ചെയ്ത് എല്ലാം കണ്ട് തിരിച്ച് ഇറങ്ങി. അതായത് ബാത്റൂം സൗകര്യമുണ്ട്, വാട്ടർ എല്ലാ സൗകര്യവും ഉണ്ട്. അതായത് ഓരോ ഏകദേശം 3 കിലോമീറ്റർ അല്ലേ അവിടെ ദൂരം. 3 കിലോമീറ്ററിന്റെ അടുത്ത് നമ്മൾ നടക്കണം സൂവിനകത്ത് കൂടെ. അപ്പൊ നടക്കുമ്പോൾ ഓരോ 500 മീറ്റർ വെച്ചിട്ടും ബാത്റൂം സൗകര്യം, കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളമുണ്ട്, ചൂടുവെള്ളമുണ്ട്, നോർമൽ വാട്ടറും ഉണ്ട്, കോൾഡ് വാട്ടറും ഉണ്ട്, നോർമൽ വാട്ടറും ഉണ്ട്, ഹോട്ട് വാട്ടറും ഉണ്ട്. ഇതുമുണ്ട്, എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കറങ്ങി വന്നു. അതില് ഇഷ്ടപ്പെട്ട സീൻ എന്തായിരുന്നു സൂവിനകത്ത്? സൂവില് എല്ലാവർക്കും പലതായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും. പക്ഷെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പാമ്പിന്റെ ആ ഒരു സെക്ഷൻ വരുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം തോന്നുന്നത്. അതായത് നമ്മൾ ചിന്തിക്കും ഈ സ്നേക്സിന്റെ സംഭവം ഇവിടെ ഇല്ലേ, സ്നേക്സ് ഇല്ലേന്ന് വെച്ചാൽ ലാസ്റ്റ് ആണ് ഈ സ്നേക്സിന്റെ ഏരിയ വരുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്നേക്സ് എന്ന് പറയുമ്പോൾ ഒരു ഭയമുള്ള സംഭവമാണെന്നുണ്ടെങ്കിലും ചില്ലുകൂട്ടിനകത്ത് അടച്ചിട്ട് കാണുമ്പോൾ നമുക്ക് അത് കാണുകയും ചെയ്യാം, മനസ്സിലാക്കുകയും ചെയ്യാം. എന്നാലോ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ അത് കണ്ടാണ് കാണാൻ വേണ്ടി പാമ്പിന്റെ സെക്ഷനാണ്. അത് കാണാൻ താല്പര്യമുള്ളവരാണ് കൂടുതലായിട്ടും സൂവിൽ കയറുന്നത് തന്നെ. പാമ്പ്, അതുപോലെ സിംഹം, വന്യമൃഗങ്ങളുണ്ടല്ലോ, സിംഹം, കരടി, ഇതിനൊന്നും നമ്മൾ ഒരിക്കലും കാണാത്തതാണ്. ഇപ്പൊ ഏതൊക്കെ ഫോറസ്റ്റ് കൂടെ പോയാലും പെട്ടെന്ന് നമ്മുടെ മുന്നിലൊന്നും വരാത്ത മൃഗങ്ങളാണ് ഇതൊക്കെ. സിംഹം, കടുവയൊക്കെ അതിനൊക്കെ ഇഷ്ടം പോലെ കാണാം. പിന്നെ പലതരത്തിലുള്ള കുരങ്ങുകൾ അല്ലെ. കുരങ്ങെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഹനുമാൻ കുരങ്ങുണ്ട്. പക്ഷികൾ വെറൈറ്റി പക്ഷികൾ, വെള്ള മയിലൊക്കെ ഉണ്ട് അതിനകത്ത് അല്ലെ, വെളുത്ത വൈറ്റ് കളറിലുള്ള മയില്, നല്ല രസമാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരെ മൈസൂർ പാലസിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു. ചെന്നപ്പം അടച്ചു. ഉച്ചയായപ്പോ മൈസൂർ പാലസ് അടച്ചു. അവിടെ എനിക്കത് അറിയായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി സംഭവം. പണ്ട് പോയ സമയത്ത് ആദ്യം പാലസിൽ പോകണം, എന്നിട്ട് വേണം മറ്റുള്ള സ്ഥലങ്ങളിൽ പോവാന്നുള്ളത് അവിടെ പറഞ്ഞതായിട്ട് ഞാൻ പിന്നെ ഓർത്തത്. മൈസൂർ പോകുന്നുണ്ടെങ്കിൽ പാലസിൽ ആദ്യം പോയതിനു ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകാൻ. ഇപ്പൊ സൂ എപ്പോഴും അടയ്ക്കാന്നുള്ള കൃത്യസമയം നമുക്ക് അറിയില്ല, വൈകിട്ട് വരെ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ അവിടെ എവിടെയും പിന്നെ കറങ്ങിയില്ല, നേരെ ബാംഗ്ലൂരിലേക്ക് വിട്ടു. ലക്ഷ്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സൺഡേ മാർക്കറ്റിൽ പോകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു ബാംഗ്ലൂര്.
കാരണം പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് സൺഡേ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലക്കുറവാണ്, ചീപ്പ് റേറ്റില് ചീപ്പ് റേറ്റിൽ എല്ലാ സാധനങ്ങളും ചീപ്പ് റേറ്റിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന്റെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി ഈ ചാനലിനകത്ത് വരും അല്ലേ. അപ്പൊ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്തെല്ലാം സാധനങ്ങൾ അവിടെ കിട്ടും, എത്ര റേറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ബാംഗ്ലൂർ നമ്മൾ എത്തിയത് എപ്പോഴായിരുന്നു? ഒരു 10 മണി കഴിഞ്ഞു തോന്നുന്നു, ഏകദേശം ഒരു 10 മണി രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ എത്തിയത്. പതിയെ പോയത്. അതും ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ നിന്ന് നല്ല അടിപൊളി റോഡായിരുന്നു, തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എത്തിയപ്പോൾ ട്രാഫിക് നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഇടവഴി കൂടെ കയറേണ്ടി വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാപ്പ് ഓൺ ചെയ്ത് നമ്മൾ പോവാ. മാപ്പിന് ഓൺ ചെയ്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് എത്തും, കാരണം മുന്നേ പോയിട്ടുള്ള വാഹനങ്ങളുടെ ഡാറ്റ വെച്ചിട്ടാണ് മാപ്പിൽ കാണിച്ചു തരുന്നത്, കൃത്യമായിട്ട് കാണിക്കും. അതായത് ഒരു 5 വാഹനം ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ അതിന്റെ ആവറേജ് റീച്ച് ടൈം എത്രയാന്ന് നോക്കിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഇന്ന സമയത്താണ് നമ്മൾ എത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ റീച്ച്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ എത്ര മണിക്കൂറാണ്, എത്ര സമയം കൊണ്ട് എത്തും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുള്ളൂ. അപ്പൊ അങ്ങനെ ബാംഗ്ലൂർ രാത്രി 10 മണിക്ക് എത്തി. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ റൂം എടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയായിരുന്നു. 2500-3000 റേഞ്ച് വരുന്ന റൂമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുകയോ റൂം എടുക്കുകയോ ചെയ്യാൻ പാടില്ല. പല രീതിയിലുള്ള സ്കാം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ. നമ്മൾ ജോബ് സ്കാമിന്റെ ഒക്കെ വീഡിയോ എത്രയോ, സേഫ് ബൈറ്റ് ബൈ ഉദയ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് എന്റെ ചാനൽ തന്നെയാണ്, ഏകദേശം 1 lakh സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിനകത്ത് സ്കാമുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആണ് മൊത്തം വരുന്നത്. അതിൽ ഈ ബാംഗ്ലൂർ ജോബ് സ്കാം, ഇവിടുന്ന് ജോലി ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. ഓർക്കണം, ഡയറക്റ്റ് ഇന്റർവ്യൂവിൽ ആൾക്കാരെയായിട്ട് സംസാരിച്ചിട്ട് ബില്ലിംഗ് സെക്ഷൻ, മറ്റേ സെക്ഷൻ, സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ലാസ്റ്റ് യൂണിഫോം ചാർജ്, മറ്റേ ചാർജ് എന്നൊക്കെ പറഞ്ഞു വെയർ ഹൗസ് എന്ന് പറഞ്ഞ പേരിലാണ് ജോബ് നടക്കുന്നത്. വെയർ ഹൗസ്, എന്ത് ജോബ് വേക്കൻസി അവിടെ ഉണ്ട് സ്കാമിന് വേണ്ടിയിട്ട്, എന്ത് ജോബ് വേക്കൻസി ഉണ്ട്. ക്ലീനിങ് സ്റ്റാഫിന്റെ ഉണ്ട്, എയർപോർട്ട് സ്റ്റാഫിന്റെ ഉണ്ട്. OLX അങ്ങ് കിടക്കുക, നിരന്ന് കിടക്കുക. ഇത് കണ്ട് അവിടെ ചെന്ന് പിള്ളേരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പൈസ കൊടുത്തു പോരും, പിന്നെ ഇവർ വിളിച്ചെടുക്കില്ല, തിരിച്ചു പോകാൻ പേടിയാണ്. കാരണം ഇവരവിടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവര് ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അത്രയും ഭീകരമായിട്ടുള്ള രീതി എന്നാണ് പറഞ്ഞത്. ഗുണ്ടകളെയൊക്കെ വെച്ചിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ ഇവർ വിചാരിക്കും ജോലി കിട്ടുമായിരിക്കും, ഇതൊരു ഒഫീഷ്യലി സംഭവമൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. തിരിച്ചു പോരുമ്പോഴാണ് സ്കാമാന്ന് മനസ്സിലാക്കുമ്പോൾ, അതൊരു ഗുണ്ടായസുള്ള ഏരിയ ആണല്ലോ, ഒറ്റപ്പെട്ട ഏരിയ ആണല്ലോ, ഇനി നമ്മൾ അങ്ങോട്ട് പൈസ ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും എന്നുള്ള ഭയപ്പാട് കാരണം പിന്നെ അങ്ങോട്ട് പോവില്ല. അങ്ങനത്തെ ഏരിയയും ഉണ്ട് ബാംഗ്ലൂരിൽ, നമ്മളത് പറയണമല്ലോ പറയുമ്പോൾ. അങ്ങനെ സ്റ്റേ അടിച്ചു. പിറ്റേ ദിവസം രാവിലെ സൺഡേ മാർക്കറ്റിൽ കറങ്ങാൻ വേണ്ടി പോയി, വണ്ടി എടുത്തു. ഫുൾ ബ്ലോക്ക് തുടക്കം മുതൽ. സൺഡേ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ പിന്നെ മനസ്സിലാക്കിയത് രാവിലെ 6 മണിക്ക് അവിടെ എത്തണം. കാരണം ഈ സ്റ്റോക്ക് വരുന്നത് ഒരുപാട് വലിയ ട്രക്കിലൊക്കെയാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോക്കായിട്ട് വരുന്നത്. ആ സമയത്ത് അവിടെ എത്തും. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ആ സമയത്ത് രാവിലെ പോയാൽ കിട്ടും. പിന്നെ കിട്ടില്ല എന്നല്ല, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നോക്കി നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു സമയം എടുക്കും. അതുകൊണ്ട് രാവിലെ അവിടെ 6 മണിക്ക് ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ഒന്ന് ഫുള്ള് കറങ്ങി ഒന്ന് റിലാക്സ് ആയിട്ട് വരുന്ന സ്റ്റോക്കുകൾ നോക്കി മേടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അവിടെ എത്തി ഏകദേശം ഒരു 10:45-11 മണിയായപ്പോൾ എത്തി. അപ്പോ എന്ത് പറയാന്ന് വെച്ചാൽ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന പോലെ ഭയങ്കര തിരക്ക്, റോഡിലൊക്കെ ഫുൾ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ വിഷ്വൽസ് കാണുന്നില്ല, വിഷ്വൽസ് നിങ്ങൾ ആഡ് ചെയ്യാം. പ്രശ്നം ഇതല്ല, പാർക്കിംഗ് ആണ് പ്രശ്നം. കാറിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. പാർക്കിംഗ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചത് ചോദിച്ച് ലാസ്റ്റ് എന്തായിരുന്നു, മയൂര അല്ലെ, മയൂര പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് 4-5 നില എങ്ങാണ്ട് മുകളിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. നമ്മളെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിൽ, അവിടെ നിറഞ്ഞിരുന്നുള്ള അർത്ഥം വാഹനങ്ങൾ, ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലാണ് നമുക്കൊരു സ്ലോട്ട് കിട്ടിയത്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് വീണ്ടും അപ്പൊ തന്നെ നമ്മൾ ഏകദേശം 3 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും അല്ലേ, കറക്റ്റ് ഫുള്ള് കറങ്ങി നടന്നിട്ടുണ്ടാവും. അപ്പം മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡ്രസ്സ് മേടിച്ചു, പിന്നെ ഓർണമെന്റ്സ് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഓർണമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ അതിനും നമുക്ക് സാധ്യത ഉള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് റീസെല് ചെയ്ത് ഇപ്പൊ എല്ലാവരും കൂടുതലും യൂട്യൂബിന്റെ അകത്തും നമ്മള് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുന്നതാണ് ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് മേടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് സെല് ചെയ്യാം. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞാല് കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചു. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി പറയാന്നേ ഉള്ളൂ. അതായത്
ജ്വല്ലറി ഒക്കെ തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ല, ഗോൾഡ് അല്ലാത്ത രീതിയിലുള്ള ജ്വല്ലറികൾ, ഇപ്പൊ കല്യാണത്തിനൊക്കെ റെന്റിന് കൊടുക്കുന്ന ജ്വല്ലറികളൊക്കെ ഉണ്ടാവുമല്ലോ, ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടും. നമ്മള് നമ്മൾ 1-2 ഒക്കെ ആയിട്ട് മേടിക്കുമ്പോഴത്തേക്കും വില വിലയുണ്ട് നോർമൽ അത്യാവശ്യം. നല്ല റേറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ബൾക്ക് എമൗണ്ടിന് നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറച്ചിട്ടായിരിക്കും തരിക. നമുക്കറിയില്ല, നമ്മള് അവിടെ പോയി നമ്മൾ ചോദിച്ചത് 1-2 എണ്ണമാണ്. അവരങ്ങനെ ബൾക്ക് എമൗണ്ടിന് കുറയ്ക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതെ. പിന്നെ ഉള്ളത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്, സ്വിച്ചസ്, ബോർഡുകള്, കാര്യങ്ങള്. അപ്പൊ ഞാൻ ഹോൾസെയിൽ പ്രൈസിലാണെന്നുണ്ടെങ്കിൽ 5 രൂപ 10 രൂപ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, സ്വിച്ചുകളൊക്കെ കിട്ടും. പക്ഷെ അല്ലാതെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 350 രൂപയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 രൂപ 20 രൂപ കുറവേ ഉള്ളൂ അല്ലേ? നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് സമയമല്ലേ, ക്രിസ്മസ് ടൈം. ക്രിസ്മസ് ടൈമിലാണ്. അപ്പൊ ആ സമയത്ത് സ്റ്റാറും അതും ഇതൊക്കെ നോക്കി എല്ലാം നമ്മുടെ നാട്ടിലെ റേറ്റ് ഒക്കെ തന്നെയാണ്. എല്ലാം ഇവിടുത്തെ റേറ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ബൾക്ക് പർച്ചേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ട് റീറ്റെയിൽ ഐറ്റംസ് മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. നഷ്ടമായിരിക്കും. ഡ്രസ്സിന് മാത്രമേ ഉള്ളൂ ശരിക്കും നല്ല ലാഭമുള്ളത്, ഡ്രസ്സിന് മാത്രമേ ഉള്ളൂ. അതായത് 1000 രൂപയ്ക്ക് 4 ഷർട്ട് നമ്മൾ മേടിച്ചു അല്ലേ? അത് വൻ ലാഭമായിരുന്നു. ഇട്ടേക്കുന്ന ഷർട്ട് ഇത് അവിടെ നിന്ന് മേടിച്ചതല്ല, ഇത് മേടിച്ചതല്ല, സോറി. അങ്ങനെ 4 ഷർട്ട് നമ്മൾ മേടിച്ചു 250 രൂപയുടെ. ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ഇതിനെപ്പോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഷർട്ട് തന്നെയാണ്. 4 ഷർട്ട് മേടിച്ചു. അത് നമ്മൾ പുറത്ത് പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് ഒരലക്കിനെ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. പക്ഷെ വീട്ടിലെത്തി അലക്കി 2-3 വട്ടം അലക്കി അല്ലേ, ഒരു ഷർട്ടൊക്കെ 2-3 വട്ടം അലക്കി, ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ അങ്ങനെ പിന്നെ ജീൻസ്, ടോപ്സ്, ഇതെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലത് നോക്കി സമയമെടുത്ത് നോക്കി എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഈ 3 കിലോമീറ്റർ നമ്മൾ അവിടെ കറങ്ങി നോക്കി തിരിച്ചു വന്നപ്പോഴേക്ക് 2:45 വൈകിട്ട് 2:45 അല്ലേ? 2:45 സമയം എടുത്തു. അപ്പൊ അങ്ങനെ ഡ്രസ്സിന് വിലക്കുറവുണ്ട്. ബെഡ്ഷീറ്റ് വാങ്ങി, നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ്. 2 ബെഡ്ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളൂ. 350 രൂപയ്ക്ക് ബെഡ്ഷീറ്റും വിത്ത് പില്ലോ കവറും കിട്ടി. അത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ, അതും കൂടെ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റിന് നമുക്ക് എന്നാന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ നാട്ടില് 10, 650, 550 നല്ല ക്വാളിറ്റി ഉള്ളത് കോട്ടന്റെ തീർച്ചയായിട്ടും 500 മുകളിൽ എന്തായാലും വരും. അത് നമുക്ക് നല്ലൊരു ലാഭത്തിന് ബോക്സ് പീസ്, അതായത് ബോക്സിലാണ് നമുക്ക് കിട്ടിയത്. നല്ല നീറ്റ് പാക്കിംഗ്. അവിടുന്ന് പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5-10 ഒക്കെ മേടിക്കുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞ് പിന്നെയും കുറയും, ഒരുപാട് കുറയും. അപ്പം ജസ്റ്റ് ബെഡ്ഷീറ്റ് മാത്രം ഇവിടെ വന്ന് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 250 രൂപയെ കുറച്ച് വരും പീസിന് കേട്ടോ. 250 രൂപയ്ക്ക് നമുക്ക് ബൾക്കായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 600 രൂപയ്ക്ക് സിമ്പിൾ ആയിട്ട് വിൽക്കാം. ഇതൊക്കെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ 2 ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പറഞ്ഞു ഇതിനകത്ത്. ഒന്ന് സൂര്യകാന്തി പാടം പോലെ ചെയ്യാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാൻ പറ്റും. ഡ്രസ്സുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് ഞാൻ പറയാം, ഒരു വീട് നമ്മൾ പണിയുമ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും എടുക്കുകയാണെങ്കിൽ ലാഭമായിരിക്കും അല്ലേ? പല ടൈപ്പ് വെറൈറ്റി സ്വിച്ചസ് ഉണ്ട്, സെൻസിങ് ലൈറ്റുകൾ അടക്കമുണ്ട്, നമുക്ക് വെറൈറ്റി കുത്താൻ പറ്റുന്ന ടൈപ്പ്. അതായത് സ്വിച്ച് വന്ന് അതിന് മുകളിൽ പ്ലഗ്, പിന്നെ അത് ഹോൾഡ് ചെയ്യാനുള്ള വേറെ സ്റ്റാൻഡ്, ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ്, USB ചാർജിങ് ഉള്ള എന്താ പറയാ സ്വിച്ച് ബോർഡുകൾ, ഇതെല്ലാം ഉണ്ട് അവിടെ. ഞാൻ ഇവിടെ ഒന്നും കാണാത്ത കാര്യങ്ങളാട്ടോ, നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, പുതിയ വീടുകളിലും കണ്ടിട്ടില്ല. നമ്മള് അത്യാവശ്യം നല്ല ഒരു രീതിയിലുണ്ടാക്കിയ പല വീടുകളിലും നമ്മളിപ്പോ പോയി ഹൗസ് വാമിനൊക്കെ പോയപ്പോഴും നോർമൽ ഇവിടെ ഉള്ള സ്വിച്ചുകൾ തന്നെയാണ്. പക്ഷെ അവിടെ വെറൈറ്റി ഓഫ് സ്വിച്ചസ്, ഒരുപാട് സ്വിച്ചസ് ഉണ്ട്, ബ്രാൻഡ് ഐറ്റംസ് തന്നെയുണ്ട്. അത് കാണുമ്പോഴേ നമുക്ക് ഒരു ഐഡിയ തോന്നുള്ളൂ. ഞാൻ പറ്റുകയാണെങ്കിൽ വിഷ്വൽസ് വെക്കാം അവിടെ, നമ്മൾ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, വിഷ്വൽസ് ഞാൻ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് 2:45-3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഫുഡ് നമ്മൾ എവിടെ നിന്നായിരുന്നു കഴിച്ചത്? അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടാ കഴിച്ചത്. ഒരു ധാബയിലൊക്കെ കഴിച്ചു. അവിടുന്ന് ഇറങ്ങിയിട്ടാ കഴിച്ചല്ലേ? അവിടുന്ന് നമ്മള് ജസ്റ്റ് വെള്ളം കുടിച്ചേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊരു ചെറിയ മടിയുണ്ടായിരുന്നു. കാരണം ഒത്തിരി റഷ് ഏരിയ ആണ്, അത് വൃത്തിയുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഈ പല സ്ഥലത്തും പല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹൈ ക്ലാസ് ഹോട്ടലാണെങ്കിൽ പോലും നല്ലതാണോ ഇല്ലയോ നമുക്കറിയില്ല. എന്നാലും നമുക്കൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന സ്ഥലത്ത് പോയി കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഹംപിയിലേക്കാണ്. ആ ഹംപി എന്നുള്ള പ്ലാൻ വന്നത് അവിടുന്ന് തന്നെയാണ്.
അല്ലെ? നമ്മൾ ഹംപി പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഐഡിയാസ് കയറി വരുന്നു, അങ്ങോട്ട് പോവാം, എന്തായാലും അവിടം വരെ വന്നില്ലേ, ഹംപിയിലേക്ക് ഇത്ര ദൂരേ ഉള്ളൂ, എത്ര 5 മണിക്കൂർ എങ്ങാണ്ടോ, 5 മണിക്കൂറാണെന്ന് തോന്നുന്നു, 5 5 6 കൂടുതലുണ്ടായിരുന്നു അല്ലേ? നോക്കണം 6 കറക്റ്റ്. 6-7 മണിക്കൂർ 6-7 മണിക്കൂർ എടുത്തു എന്തായാലും. മാപ്പിനകത്ത് കുറച്ച് സമയം കാണിച്ചുള്ളൂ. ഹൈവേ തന്നെയായിരുന്നു, ഫുൾ ഹൈവേ ആയിരുന്നു. ഈ ഹംപി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ഓർമ്മ വരുന്നത്? മൊത്തം ഹമ്പ്, റോഡുകളിൽ മൊത്തം ഹമ്പാണ്. ഹംപി എത്തിക്കഴിഞ്ഞു ആദ്യത്തെ ഹമ്പിൽ പോയി ചാടി, ബാക്കിൽ ടയറെല്ലാം കൂടെ സ്റ്റെപ്പിന് ടയർ അടക്കം ഇളകി അല്ലെ? അത്രയും വലിയ ചാട്ടം ചാടി, ബാഗ് എല്ലാം കൂടെ മുകളിലേക്ക്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ ഹൈവേയിൽ വന്നിട്ട് ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ ഒരു ഹമ്പ് ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു സൈൻ ബോർഡോ ഒന്നുമില്ല, നേരെ ചാടി. അപ്പോഴേ മനസ്സിലായി ഹംപി ഹമ്പാണ് ഹംപിയിലെ മെയിൻ സാധനം എന്നത് മനസ്സിലായി. പിന്നെ ഓരോ 500 മീറ്റർ കൂടുമ്പോഴും ഹമ്പ് തന്നെയാണ്. അങ്ങനെ ഞങ്ങള്, പിന്നെ രസമായിരുന്നു രാത്രി ഹംപിയിൽ എത്തിയപ്പോഴേക്കും ഞങ്ങളെ പ്രതീക്ഷ മൊത്തം മാറി കേട്ടോ. പ്രതീക്ഷ പോലെ അല്ല സംഭവിച്ചത്. ഹംപി ഉദ്ദേശിക്കുമ്പോൾ ഒരു വലിയ ടൗൺ ആയിരിക്കും, അവിടെ താമസിക്കാനായിട്ട് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കടകളുണ്ടാവും, ഇതൊക്കെ പ്രതീക്ഷ അങ്ങോട്ട് ചെന്നതാ. അവിടെ ചെന്നപ്പോ ലോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ പോലെ ഈ ഹംപി ടൗണിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇതുപോലെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കി പണി തീരാത്ത കുറേ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, എന്തൊക്കെയോ ഒരു നിർമ്മിതികൾ. അതെ, അത് ലോസ്റ്റ് സിറ്റി തന്നെയാണല്ലോ. അതിന്റെ വീഡിയോയും നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിന്റെ സ്റ്റോറീസ് നമ്മളിപ്പം പറയുന്നില്ല. അവിടെ ഹോട്ടൽ തപ്പിപ്പോയിട്ടൊന്നും എവിടെയില്ല. പിന്നെ വഴിയരികിലെല്ലാം ആൾക്കാർ നിന്നിട്ട് റൂംസ് അവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം. അത് ഈ റൂംസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു രസമുണ്ട്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരാള് റൂം എന്ന് പറഞ്ഞ ബോർഡ് പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോ ഇത് നിൽക്കുന്ന സൈഡിൽ കൂടെ ഒരു ടാറിംഗ് ഒന്നും ഇല്ലാത്ത ഒരു വിജനമായിട്ടുള്ളൊരു റോഡാണ്. അപ്പൊ ഇയാള് റൂം എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നാമത് ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേനും ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ സേഫ്റ്റി മസ്റ്റ് ആയിട്ട് നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വേറെ 1-2 വട്ടം നമ്മൾ ആ ഹംപി ടെമ്പിളിന്റെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുറേ നോക്കി. പിന്നെ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടു ഹംപിയിലെ. അവിടെ കുറെ ഡ്രൈവർമാർ വണ്ടി ഇട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇത് വന്നായിരുന്നു, വണ്ടി ഇട്ട് കിടന്ന് ഉറങ്ങണോ എന്നുള്ളൊരു തോന്നൽ ചിന്തിച്ചായിരുന്നു. പക്ഷെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പൊ അവിടുന്ന് വീണ്ടും റൂം തപ്പി ഇറങ്ങി ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിലെ നമ്പറിൽ വിളിച്ചപ്പോ ഒരാൾ ഓടി വന്നു, റൂം ഉണ്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ റൂമേ വേക്കന്റ് ഉള്ളൂ, റൂം ഉണ്ടെന്ന് പറഞ്ഞു. ഓടി വന്നു. അപ്പൊ ഞങ്ങള് ഇറങ്ങി. അപ്പൊ ഇറങ്ങണ്ടെന്ന് പറഞ്ഞ പുള്ളി നമ്മുടെ വണ്ടിക്ക് വേറെ സ്ഥലത്തേക്ക് പോകും. ഞാൻ പറഞ്ഞു എവിടെയാണ്? ഇവിടെ തന്നെ, തൊട്ടടുത്താന്ന് പറഞ്ഞു. ആ കൊണ്ടുപോയ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്, ഏത് ഗുദാമിലേക്കാണ് ഈ പോകുന്നതൊക്കെ തോന്നുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല മനോഹരമായിട്ടുള്ള റൂം അല്ലെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചൂടുവെള്ളം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്, നല്ല അടിപൊളി റൂം. റേറ്റ് എത്രയാ വന്നേ? 2500 പറഞ്ഞു. 2800 പറഞ്ഞു. 2500 നമ്മൾ കൊടുക്കേണ്ടി വന്നു. രാവിലെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് 2500 കൊടുക്കേണ്ടി വന്നു. 10 മണിക്ക് വെക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കറക്റ്റ് 10 മണിക്ക് പുള്ളി വിളിച്ചു ചോദിക്കുകയും ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. കീ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹംപിയിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി. ക്ഷേത്രങ്ങളിൽ പോയി, മെയിനായിട്ട് ക്ഷേത്രങ്ങൾ തന്നെയാണ് പോയത് അല്ലേ. ഒരു ശ്രീകൃഷ്ണ ടെമ്പിൾ ഉണ്ടായിരുന്നു രണ്ടാമത് പോയത്. ആദ്യം പോയത് എന്തായിരുന്നു എന്റെ പേര്? അല്ല വിരൂപാക്ഷി ടെമ്പിൾ എന്ന് പറയും. അവിടെയാണ് ആദ്യം പോയത്. അതൊരു ലോസ്റ്റ് സംഭവം തന്നെയാണ്. അതായത് അവിടുന്ന് ജനങ്ങൾ പണ്ട് ഒഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. അതിന്റെ സ്റ്റോറിയൊക്കെ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. എല്ലാം എന്താണ് പൂർത്തീകരിക്കപ്പെടാത്തൊരു നഗരമാണ് ഈ ഹംപി എന്ന് പറഞ്ഞാൽ. അതും വലിയ വലിയ കല്ലുകൊണ്ടാണ് ശ്രമിച്ചേക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ട് കട്ട് ചെയ്ത് മനുഷ്യന്മാരെ വെച്ച് അന്നത്തെ കാലത്ത് പണിത് പൊക്കിയ സാധനങ്ങൾ കംപ്ലീറ്റ് ആവാതെ കിടക്കുക അല്ലേ. ഒരു അവിടെയൊക്കെ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോണ്ടല്ലോ, ഒരു മനുഷ്യരില്ലാതെ പോയി പെട്ട് കഴിഞ്ഞാൽ ഒരു ഭീകര അനുഭവമായിരിക്കും ശരിക്കും. ചുറ്റിക്കറങ്ങും, നമ്മൾ അതിനകത്ത് കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ഈ വിരൂപാക്ഷി ക്ഷേത്രത്തിലൊക്കെ എന്താണ് പൂജാരിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ഉണ്ട്. അവിടെ ഉണ്ട്. പക്ഷെ രണ്ടാമത് നമ്മൾ പോയ അവിടെ ഒന്നുമില്ല, അവിടെ അടച്ചിട്ടേക്കാണ്. രാവിലെ നീ പൂജ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ രാവിലെ തന്നെ എത്തിയത്. രാവിലെ എത്തി. അവിടെ ഒന്നും കണ്ടില്ല, അവിടെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല, ഒരു വിളക്ക് പോലും കത്തിച്ചായിട്ട് കണ്ടില്ല. അവിടെ ആ അമ്പലത്തിലെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലത്തേക്ക് ആൾക്കാർ നോക്കുന്നത് കാണാം. അവിടെ എന്താന്നുള്ളത് പോലും പുറത്തേക്ക് കാണുന്നില്ലായിരുന്നു. ആരവസ്ഥയായിരുന്നു. പിന്നെ ഒരുപാട് സ്കൂളിലെയും കോളേജിലെയും പിള്ളേരൊക്കെ വന്നിട്ട് കറങ്ങി കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പോന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ സോലാപ്പൂർ. ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചില്ലേ അവിടെ ശരിക്കും? അവിടെ
ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തോ പോരണം എന്ന് തോന്നി. ഒന്ന് അവിടുന്ന് പോന്നേക്കാം എന്ന് തോന്നി. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നിയത് കൊണ്ടാണ് അമ്പലങ്ങളൊക്കെ പോയി നമ്മൾ അവിടെ പോയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും അങ്ങനെ ആണെന്നൊന്നുമില്ല, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അത് പോയി ഫീൽ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. നിങ്ങളത് പോകുന്നുണ്ടെങ്കിൽ പോയി ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഹംപി എന്ന് പറയുന്നത്. വലിയ പ്രതീക്ഷയോട് കൂടി നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ അത് ഭയങ്കര സംഭവമാണ്, ഹൈപ്പ് കൊടുത്തിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അയ്യോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പോയേക്കാം എന്നുള്ളൊരു തോന്നല് വന്നു. ഞങ്ങൾ പിന്നെ അവിടുത്തെ വേറെ ഒന്നും തന്നെ ഞങ്ങൾ നോക്കാനോ എടുക്കാനോ പോയില്ല. ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ സോലാപൂർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, നമ്മുടെ അടുത്ത സംസ്ഥാനത്തേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എത്തിയത്? അതൊരു വൈകിട്ടായി, ഒരു 10 മണിയൊക്കെ ആയി. 10 മണിയായപ്പോ സോലാപൂരിലെത്തി. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോലാപൂരിൽ എന്തെങ്കിലും കാണാനുണ്ടോന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, സെർച്ച് ചെയ്തിട്ടില്ല. അത് വേറൊരു കാര്യം നമുക്ക് ഒന്ന് റിവീൽ ചെയ്യാം. അതായത് ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയലാണ്. എങ്ങനെയായിരിക്കും യാത്രകൾ, എത്ര എക്സ്പെൻസ് വരും, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെലവ് വരുന്നുണ്ട്, എങ്ങനെയുള്ള റൂമുകൾ നമ്മൾ എടുക്കണം. ഇത് ഞങ്ങൾ പോകുന്നത് ട്രെയിനിനല്ല, കാറിന് റോഡ് ട്രിപ്പാണ്. അപ്പൊ ഇനിയൊരു റോഡ് ട്രിപ്പ് വരുന്നത് വലിയൊരു റോഡ് ട്രിപ്പ് തന്നെയായിരിക്കും നമ്മുടെ ചാനൽ വരാൻ പോകുന്നത്. അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പോ ആ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ പോലെയാണ് നമുക്കൊന്ന് പോയി നോക്കാം, സോലാപൂർ വരെ ഒന്ന് പോയി നോക്കാം എന്ന രീതിയിൽ പോയത്. അപ്പൊ അവിടെ രാത്രി 10 മണിക്ക് എത്തി. റോഡ് നല്ല റോഡ് തന്നെ. ഈ ഹംപിയിലെ ഈ ഹമ്പ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൈവേ കയറിയിട്ട് പിന്നെ നമ്മൾ സോലാപൂരിലെത്തി. സോലാപൂരിലും റൂം എടുത്തു. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ റൂം എടുക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, ഈ നമ്മുടെ പ്രീമിയം ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സുജിത് ഭക്തനൊക്കെ ഉണ്ടല്ലോ, ട്രാവൽ ലോഗ് ചെയ്യുന്നത്. അദ്ദേഹമൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി റൂം എടുക്കുന്നു. എന്താ പറയാ, ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിലൊന്ന് സേഫ്റ്റിയാണ്, കംഫോർട്ടാണ്, അല്ലേ? പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് യാത്ര വളരെ സുഖമായിരിക്കും, അല്ലേ? അല്ലാതെ ബഡ്ജറ്റ് ട്രാവലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് സോളോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കുഴപ്പമില്ല, അവർക്ക് എവിടെ വേണമെങ്കിൽ പോയി റൂം എടുക്കാം. കാരണം എന്താ പറയാ, അവരവിടെ സേഫ്റ്റി നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പ് ഉള്ള, നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രീമിയം അല്ല, അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള റൂം എടുക്കേണ്ടി തന്നെ വരും. അപ്പൊ അതിന്റെ എക്സ്പെൻസ് നമ്മൾ കണ്ടിട്ട് തന്നെ വേണം പോവാനായിട്ട്. മിനിമം ഒരു 2000 രൂപ എന്തായാലും അതിന് റൂമിന് തന്നെ മാറ്റേണ്ടി വരും റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. നൈറ്റ് ട്രാവൽ ചെയ്ത് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഉറങ്ങിയിട്ട് എവിടെയും പോയി പമ്പിൽ പോയിട്ടൊക്കെ ഫ്രഷ് ചെയ്ത് പോവാം, ഫ്രഷപ്പ് ആയിട്ട് പോവാം. പക്ഷെ റൂം എടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2000-2500 രൂപ, ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ 4000 രൂപ വരെ വരും. അതായത് നമ്മൾ ഇവിടെ കിട്ടുന്ന AC പോട്ടെ, നോൺ AC ആണെങ്കിലും, നോൺ AC ഹോട്ട് വാട്ടർ, നല്ല ബെഡ്, കാര്യങ്ങൾ, നീറ്റ്നെസ്, ക്യാമറ ഫെസിലിറ്റി, പാർക്കിംഗ് എല്ലാം ഉള്ള സ്ഥലം പുറത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ 4000 റേഞ്ചിൽ വരും. നമുക്ക് അത്രയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും 2000-നും 3000-നും 3500-നൊക്കെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഇപ്പം അവിടെ എടുത്ത് എത്ര രൂപയ്ക്കായിരുന്നു? 2700 സോലാപൂർ നമ്മൾ റൂം എടുത്തത്. അത് ഗൂഗിളിലൊക്കെ റേറ്റിംഗ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ഒരു ലേഡി ആയിരുന്നു, അല്ലേ? റൂം എന്ന് പറഞ്ഞാൽ ഒരു റിസപ്ഷൻ, ആ റിസപ്ഷന് ചുറ്റും മാത്രം റൂമുകൾ. മുകളിലെ ഫ്ലോറിൽ ഉണ്ടെന്ന് തോന്നുന്നു, ലിഫ്റ്റ് മേളിലേക്ക് ഉണ്ട്. ഇവിടെ റൂം ഉണ്ടോ നമുക്കറിയില്ല. ഞങ്ങൾ ചോദിച്ചു മേളിലുണ്ടോ എന്ന് ചോദിച്ചു. മേളിൽ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഒരു 6 റൂം, അല്ലേ? റിസപ്ഷൻ ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ 1, 2, 3, 4, 5, 6. ആ റിസപ്ഷനിന്ന് തൊട്ടടുത്ത് 6 റൂമുകൾ. അപ്പൊ അവർക്ക് ഹാൻഡിൽ ചെയ്യാനും, എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ തിരിച്ച് ഫുഡ് വേണമെങ്കിൽ ഫുഡ് കൊടുക്കാനും, ചായ വേണമെങ്കിൽ ചായ കൊടുക്കാനും. ചായയൊക്കെ അവിടെ ഇട്ട് തരുമായിരുന്നു. രാത്രി ചെന്നപ്പോൾ തന്നെ ചായ കുടിച്ചു. നമ്മൾ വെള്ളം വേണമെങ്കിൽ വെള്ളം ചോദിച്ചാൽ കിട്ടും. സ്പോട്ടിലെല്ലാം കിട്ടുകയൊക്കെ ചെയ്യും. അതായത് നല്ല വൃത്തിയുള്ള റൂം, നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ കാര്യങ്ങളോട് കൊടുക്കാം. പ്രൊമോഷൻ ആയിട്ടൊന്നും അല്ല, ചുമ്മാ വേണമെങ്കിൽ പോകുന്നവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെന്താ, അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇറങ്ങി ലക്ഷ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ടൂറിസ്റ്റ് പ്ലേസസ് നിയർ മീ അങ്ങനെ കൊടുത്തു മാപ്പിനകത്ത്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും. കാരണം സോലാപൂരിനെ കുറിച്ചിട്ട് ആരും മുന്നമേ വീഡിയോ ചെയ്തിട്ടില്ല, മലയാളത്തിലുള്ള വീഡിയോസ് ഇല്ല ഞാൻ നോക്കിയപ്പോഴ്. അപ്പൊ അങ്ങനെ ഒരു ബൂയിക്കോട്ട് ഫോർട്ട് നമ്മൾ കണ്ടു. ബൂയിക്കോട്ട് ഫോർട്ട് എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് മാപ്പ് ഓപ്പൺ ചെയ്ത് ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ട് ചെന്നു.
വണ്ടി പാർക്ക് ചെയ്തു. അവിടെ QR കോഡ് സ്കാൻ ചെയ്ത ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. അല്ലേ? നമ്മുടെ ഇവിടെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ ഉണ്ടോ? എന്റെ അറിവിലില്ല. അറിവിൽ നമ്മൾ പോയതിനകത്തൊന്നുമില്ല. നമ്മുടെ കേരളത്തിനകത്തൊന്നും അങ്ങനെ ഇല്ല. മൈസൂരും അങ്ങനെ തന്നെയല്ല. മൈസൂർ സൂയിലും നമ്മൾ കയറിയത് എങ്ങനെയായിരുന്നു? അതും QR കോഡ് സ്കാൻ ചെയ്തിട്ടല്ലേ? QR കോഡ് സ്കാൻ ചെയ്തിട്ടായിരുന്നു. അതായത് ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് കയറിയത്. അതേമാതിരി ഇവിടെയും QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് ഓപ്പൺ ആവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എത്ര പേരുണ്ടെന്ന് കാണിച്ച്, 2 പേരും ഡീറ്റെയിൽസ് വേണ്ട, ഒരാളുടെ മതി, എത്ര പേരുണ്ടെന്ന് കാണിച്ച് കൊടുക്കണം. അവിടെ 25 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ ബോർഡ് വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഓൺലൈൻ വഴി 2 പേർക്ക് ചെയ്തപ്പോൾ 40 രൂപയെ വന്നുള്ളൂ. ശരിക്കും 50 രൂപ വരേണ്ടതാണ്, 40 രൂപയെ വന്നുള്ളൂ. അക്കൗണ്ടിൽ നിന്ന് പോയി. അപ്പോൾ നമുക്ക് PDF ആയിട്ട് ആ ടിക്കറ്റ് ഡൗൺലോഡ് ആയി കിട്ടി. ആ ടിക്കറ്റിൽ ഒരു QR കോഡ് ഉണ്ട്. നമ്മൾ നേരെ ചെന്നത് കാണിച്ചു കൊടുത്തു, നേരെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ കോട്ടയാണ്. കോട്ട മതിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. ഒരു 4 ആൾ പൊക്കത്തില് കോട്ട മതില്. വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിലെ വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കോട്ടമതില് 4 ആൾ പൊക്കത്തില് കോട്ടമതിലാണ്, ചുറ്റും കോട്ടമതിലാണ്. പിന്നെ അകത്തോട്ട് കയറി ചെന്ന് അവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അതിനകത്ത് 14-ാം നൂറ്റാണ്ടല്ലേ, 14-ാം നൂറ്റാണ്ടില് എങ്ങാണ്ടാണ് ഈ സംഭവം അവിടെ പണിയുന്നത്. ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും അതിനും വേണ്ടിയൊക്കെയാണ് ഇത് പണിയുന്നത്. ഒരുപാട് പേരെ അടിമപ്പണി എടുപ്പിച്ചിട്ടായിരിക്കണം അല്ലെ? തോക്കുകളൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം, തോക്ക്, പീരങ്കി എല്ലാം വെക്കാനുള്ള സൗകര്യം. അതുപോലെ ഓരോ സോൾജേഴ്സിനാണെന്ന് തോന്നുന്നു അന്നത്തെ പട്ടാളത്തിനോ അല്ലെങ്കിൽ അവിടെ കാവൽക്കാർക്കോ ഭടന്മാർക്കോ നിന്നുകൊണ്ട് നല്ല വീതിക്കുള്ള, ഇത്ര വീതിക്കുള്ള ഇതിനകത്ത് കൂടെ നമുക്കിങ്ങനെ നോക്കാം. അതായത് കരിങ്കല്ല് കൊണ്ട് പണിതേക്കുന്നതാണ്. ഒരിക്കലും അപ്പുറത്തൊരു വെടി വെച്ച് കഴിഞ്ഞാൽ ആ വെടിയുണ്ട നേരെ ഈ നോക്കുന്നവന്റെ തലയ്ക്ക് കൊള്ളില്ല. കാരണം താഴെ നിന്നല്ലേ വെക്കുന്നത്. അത് കയറി ഒരിക്കലും അത്രയും വീതിക്ക് കയറിയിട്ട് ഇങ്ങോട്ട് അടിക്കില്ല. കാരണം ഇത്രയേ ഉള്ളൂ ആ ഹോള്. അപ്പൊ അതിലെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് സൈന്യം വരുന്നുണ്ടോന്നോ അല്ലെങ്കിൽ ശത്രുക്കൾ വരുന്നുണ്ടോന്നോ എല്ലാം കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കോട്ട സോളാപൂരിൽ നമ്മൾ മെയിൻ ആയിട്ട് ആ കോട്ടയിൽ മാത്രമേ പോയുള്ളൂ. അവിടെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, അതിനടുത്ത് ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. അവിടെ ഒന്നും നമ്മൾ പോയില്ല. ഓപ്പൺ ആയിരുന്നില്ല. വൈകിട്ട് അഡ്വഞ്ചർ പാർക്ക് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു അല്ലേ? അന്ന് തന്നെ തിരിച്ചു പോകുന്നു. അന്ന് തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ അടിച്ചു. ആ റിട്ടേൺ അടിയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് വണ്ടി ഓടിച്ചിട്ടുള്ള സംഭവം. ഏകദേശം 12 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മഞ്ചേരി നമ്മുടെ വീട്ടിലെത്തി. എവിടെയും നിർത്തിയിട്ടില്ല, 10 മിനിറ്റ് പോലും ഭയങ്കര വഴികളായിരുന്നു. കാരണം ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടുള്ള വഴികൾ എന്ന് പറഞ്ഞാല് രാത്രിയിലൊക്കെ കൊള്ളക്കാർക്ക് സിമ്പിൾ ആയിട്ട് വണ്ടി തടഞ്ഞിട്ടിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വഴികളായിരുന്നു. ഒറ്റ വണ്ടികൾ പോലും ഇല്ലാത്ത വഴികൾ. വിശ്വസിച്ച് രാത്രി യാത്ര ചെയ്യുന്ന ഒരു പാഠം നമ്മൾ മനസ്സിലാക്കി അല്ലെ? ശരിക്കും വിജനമായിട്ടുള്ള ഏരിയ, അറിയാത്ത ഏരിയ. ഇതെന്താ കാരണം എന്നറിയാവോ? നമ്മൾ അങ്ങോട്ട് പോയത് ഫുള്ള് 4 വരിപ്പാതയും ഹൈവേ ആയിരുന്നു. തിരിച്ച് അതുപോലെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് യാത്ര ആരംഭിച്ച് കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെയുള്ള വിജനമായിട്ടുള്ള ഏരിയ ആയിപ്പോയി. പിന്നെ നമുക്ക് അവിടെ കിടക്കാൻ ഒരിക്കലും സേഫ് അല്ല. വണ്ടി സൈഡാക്കിയിട്ട് കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. ഏകദേശം 2-3 മണിക്കൂറോളം നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്ത് പോരേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഒരു ത്വരയുണ്ടാവും. പെട്ടെന്ന് എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാലോ എന്നുള്ളത്. ഉറക്കം മെയിൻ സംഭവമാണ്. നമുക്ക് കണ്ണിന് ഭാരം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വാഹനം ഓടിക്കാൻ പാടില്ല. ഒരിക്കലും റിസ്ക് എടുത്തുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അത് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഓടിച്ച് അത്രയും ദൂരം പോകുന്നത്. ഇൻ കേസ് എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് കിടന്ന് ഉറങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ ഈ അപകടം വരുന്നത് എങ്ങനെ അറിയോ? ഈ ഉറക്കം വരുന്ന സമയത്ത് രാത്രി ഫുള്ള് നമുക്ക് ട്രാവൽ ചെയ്യാം. രാത്രി നല്ല രീതിക്ക് വണ്ടിയൊക്കെ ഓടിച്ച് ചിലപ്പോൾ രാവിലെ 5 മണി 6 മണി വരെയൊക്കെ ട്രാവൽ ചെയ്യാം. പിന്നെ വീണ്ടും പകല് റിസ്ക് എടുത്ത്, അതായത് 24 hours ഉറങ്ങാതെ വീണ്ടും വണ്ടി ഓടിക്കുമ്പോഴാണ് കണ്ണിന് വെയിറ്റ് വരുന്നതും. ഈ അപകടം വരുന്നത് എങ്ങനെ അറിയോ? ഈ ഉറക്കം വരുന്ന സമയത്ത് രാത്രി ഫുള്ള് നമുക്ക് ട്രാവൽ ചെയ്യാം. രാത്രി നല്ല രീതിക്ക് വണ്ടിയൊക്കെ ഓടിച്ച് ചിലപ്പോൾ രാവിലെ 5 മണി 6 മണി വരെയൊക്കെ ട്രാവൽ ചെയ്യാം. പിന്നെ വീണ്ടും പകല് റിസ്ക് എടുത്ത്, അതായത് 24 hours ഉറങ്ങാതെ വീണ്ടും വണ്ടി ഓടിക്കുമ്പോഴാണ് കണ്ണിന് വെയിറ്റ് വരുന്നതും ഉറങ്ങാൻ തോന്നുന്നു. പക്ഷെ നമ്മൾ അറിയും കൂടി ഇല്ല. നമ്മൾ അറിയത്തില്ല അപകടം വരുന്നത്, നമ്മൾ അറിയില്ല. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഒരു അപകടം പറ്റി ഉണർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചത് പോലും
ഓർമ്മയില്ലാത്ത രീതിയിലുള്ള ഉറക്കമായിരിക്കും ഈ വാഹനം ഓടിക്കുമ്പോഴുള്ള ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, റിസ്ക് എടുത്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോരരുത്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോരരുത്. എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ഒരൊറ്റ യാത്ര ഇങ്ങോട്ട് പോകുന്നത്. കാരണം സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങി. അവിടേക്കാണ് ഈ പറഞ്ഞ കാര്യം, റൂമിന്റെ കാര്യം. റൂമുകളൊക്കെ അവിടെ ഏതെങ്കിലും ലോക്കൽ റൂമിലൊക്കെ പോയിട്ട് പുതുകടിയും കൊണ്ട് കിടന്ന് രാത്രി ഉറങ്ങാതെയൊക്കെയാണ് ഈ പോരിൽ പോകുന്നത്. നടക്കില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റൂമുകൾ തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാവുള്ളൂ പോകുമ്പോൾ. അതല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങുക, സുഖമായിട്ട് പോരുക. അങ്ങനെയാണ് നമ്മുടെ യാത്ര. ഏകദേശം 22,500 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. ഇതുവരെ പറയാത്തൊരു സംഭവമുണ്ട്, ബാത്റൂം ഫെസിലിറ്റി അല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നല്ല വൃത്തിയുള്ള ബാത്റൂമോ കാര്യങ്ങളോ കിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. കാരണം 10 രൂപ യൂറിൻ പാസ് ചെയ്യാനായിട്ട് 10 രൂപ മേടിക്കുന്ന സ്ഥലമുണ്ട്. ആ 10 രൂപ മേടിക്കുന്ന സ്ഥലത്തിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് പോലെയാണ്. ഒട്ടും വൃത്തി, നീറ്റ്നെസ് ഇല്ല, കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഈ 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 100 പേര് വന്നാൽ എത്ര രൂപ കിട്ടുന്നുണ്ട്? അവിടെ 1000 രൂപ കിട്ടുന്നുണ്ട്. അതിലൊരു 200 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ 300 രൂപ വെച്ചിട്ട് ഒരു സമയത്ത് ഒരു ജോലിക്ക് ആളെ വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ യൂറിനൊക്കെ പാസ് ചെയ്ത വേസ്റ്റ് ഒക്കെ പോകുന്നത് പുറത്തോട്ട് തന്നെ ചുമ്മാ പൈപ്പ് ഇട്ടേക്കുക. പ്ലെയിൻ സ്ഥലമാണല്ലോ മൊത്തം, ചുമ്മാ പൈപ്പ് ഇട്ടേക്കുക. പിന്നെ ടോളിന്റെ ഒക്കെ ബാത്റൂമിൽ നമ്മൾ പോയി, എന്തൊരു മോശമായിരുന്നു അല്ലേ, വളരെ മോശമായിരുന്നു. വൃത്തി ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ, കയറാൻ തോന്നില്ല നമുക്ക്. അപ്പൊ ഞങ്ങൾ ഈ യാത്ര ശരിക്കും കംഫോർട്ടായത് റൂം എടുത്ത് താമസിക്കുന്ന സമയത്ത് തന്നെയാണ്. പിന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ കർണാടക സ്റ്റേറ്റിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഹൈവേ വഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാബകൾ മാത്രമേ ഉള്ളൂ. ഹോട്ടലുകളൊന്നും അങ്ങനെ അവിടെ സൈഡുകളിൽ നമ്മൾ കണ്ടില്ല കേട്ടോ. ഹോട്ടലുകളില്ല, ധാബകൾ മാത്രമാണ് കൂടുതൽ. അത് കർണാടകയിലെ ആ സൈഡിൽ. നമ്മളിപ്പോ ഈ മംഗലാപുരം ഇങ്ങനെ അങ്ങ് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ടലുകൾ കാര്യങ്ങൾ ഇഷ്ടംപോലെ വെജ് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉടുപ്പി ഹോട്ടലൊക്കെ ഉണ്ടാവും. മഹാരാഷ്ട്ര അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ ആ ഹൈവേ സൈഡിലൊക്കെ ഫുള്ള് ധാബകളാണ്. നല്ല ധാബകളുണ്ട്, മോശം ധാബകളുണ്ട്. നല്ല അടിപൊളി ഫെസിലിറ്റിയുള്ള ധാബകൾ നമ്മൾ ആദ്യം കയറി. അവിടെ വാഷ്റൂം ഒക്കെ നല്ല വൃത്തിയായിരുന്നു. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ നല്ല അടിപൊളി ധാബയായിരുന്നു. ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് അത് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ ധാബകള്. ബാംഗ്ലൂർ കഴിഞ്ഞ് ഒരു ഹംപിയിൽ പോകുന്ന വഴി ഗോകാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഗോകാട്ട് റേസിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കയറി വണ്ടിയൊക്കെ ഓടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ് ഈ ധാബ കണ്ടത്. ഈവനിങ് ടൈം ഒരു 5 മണി 6 മണിയപ്പോ നമ്മൾ കയറി. പക്ഷെ ഒരു അരമണിക്കൂറല്ല, 3/4 മണിക്കൂർ എടുക്കും തോന്നുന്നു. 1 മണിക്കൂർ. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു സ്ഥലം. വെയിറ്റ് ചെയ്യാനൊക്കെ നല്ല സൂപ്പറാണ്, പറ്റിയ ഏരിയ തന്നെയാണ്. പുറത്താണ് അല്ലെ, സീറ്റ് പുറത്താണ്. പുറത്ത് നമുക്ക് ഇരുന്നിട്ട് ഭക്ഷണം ലൈറ്റ് ആംബിയൻസ് അങ്ങനെയും ഉണ്ടായിരുന്നു. വീടല്ല, ഒരു ചെറിയ കുടില് പോലെ, ഒരു 4-5 കുടിലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഫാമിലിക്ക് വേണ്ടി അവിടെ ഇരിക്കാം. പ്രത്യേകിച്ച് ധാബകള് ലോറിക്കാർക്ക് വേണ്ടിയാണ്. അപ്പൊ നമുക്കിനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത്? പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം. ഇത് ഒരു പ്രിപ്പറേഷനും ഇല്ല കേട്ടോ വീഡിയോ. ഞങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് തെറ്റുപറ്റിക്കാൻ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ അവള് പറഞ്ഞ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ലെവലിൽ എടുത്തൊരു വീഡിയോ ആണ്. കാരണം അനുഭവിച്ചൊരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു വേണ്ട, ഒരു പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണ്, ജെന്യൂൻ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അല്ലാണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ നമ്മൾ എഴുതി വെച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേനും എഡിറ്റിങ് കൂടും. ഇത്രയും നേരത്തിനകത്ത് ഒരു പ്രാവശ്യം നമുക്ക് തെറ്റി, അത് നമ്മൾ എഡിറ്റ് ചെയ്യും, നമ്മൾ കാണിക്കില്ല. ആ ഭാഗം നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റും. ആ ഒരു ഭാഗത്ത് മാത്രമേ നമുക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ. ഇത്രയും സമയം നമ്മൾ സംസാരിച്ചിട്ടും. എത്ര സമയം ആയിട്ടുണ്ടാവും ഇപ്പോൾ? 10-20 മിനിറ്റ് എന്തായാലും കഴിഞ്ഞില്ലേ ഇത്ര നേരം സംസാരിച്ചിട്ടും. അപ്പൊ അങ്ങനെ ഒരു യാത്രാ അനുഭവം നമ്മളിവിടെ പങ്കുവച്ചു. ടോട്ടൽ ബഡ്ജറ്റ് നമ്മൾ നോക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. സൗത്ത് ഇന്ത്യ ട്രിപ്പിന് ഏകദേശം 10-25,000 രൂപ എന്തായാലും പോയിട്ടുണ്ട്. കാരണം അതിൽ മെയിൻ പെട്രോളിന്റെ വേറൊരു കാര്യമുണ്ട്. പുറത്ത് സംസാരത്തിൽ റേറ്റ് കുറവാണ്. ആ ഫുൾ ടാങ്ക് ആയത് ഓർമ്മയുണ്ടോ? 1000 രൂപയ്ക്ക് അടിച്ചപ്പോ. അത് നമ്മൾ ഇവിടെ അടിക്കുവാണെങ്കിൽ ആവൂലായിരുന്നു. അങ്ങനത്തെ ഒക്കെ പ്രത്യേകതകളുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ. പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് ആ അതിർത്തി കിടക്കാനുള്ള പെട്രോൾ അടിച്ചിട്ട് പോവാ, എന്നിട്ട് പുറത്തുനിന്ന് അടിക്കുക. ഭയങ്കര ലാഭമാണ്. കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ റേറ്റ് വളരെ കുറവാണ്. അങ്ങനെ പെട്രോൾ എക്സ്പെൻസ്, പിന്നെ റൂം എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്,
പിന്നെ സാധനങ്ങൾ മേടിച്ചതിന്റെ നമ്മൾ എവിടെയും പോയാലും എന്തെങ്കിലും ഒക്കെ ഒരു പർച്ചേസ് ചെയ്യുന്നതിന്റെ പർച്ചേസിങ് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ നമ്മൾ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഈ സുവനീർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. സുവനീർ എവിടത്തേക്ക് എടുത്ത ഈ മാഗ്നറ്റിൽ ഒട്ടിക്കുന്ന സുവനീർ അല്ലേ, ആ. അതൊന്ന് ഹംപിയിലുണ്ടായിരുന്നു, ഹംപിന്ന് എടുത്തു, മൈസൂരിൽ മൈസൂരിൽ നിന്ന് എടുത്തു, സോലാപ്പൂരിൽ നിന്ന് എടുത്തു. ഇത്ര എടുത്തുള്ളൂ, 3 ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചില്ല. മേടിച്ചില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇല്ല. അപ്പൊ ഈ മാഗ്നറ്റിനകത്ത് ഒട്ടിക്കുന്ന സോനിയർ ഉണ്ട്. അത് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും ഒരു വുഡൻ ടൈപ്പ് ഒരു സ്ക്വയർ പോലെയോ അല്ലെങ്കിൽ സർക്കിൾ പോലെയോ ഉണ്ടാവും. ജസ്റ്റ് മാഗ്നറ്റിന്റെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങൾ ഇങ്ങനെ വെച്ച് 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 കൊടുത്താൽ മതി, അടിപൊളിയായിരിക്കും. അപ്പൊ അങ്ങനെ വേറൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു പോഡ്കാസ്റ്റ് പോലെ നമ്മൾ ചുമ്മാ ചെയ്തതാണ്, ഒരു സ്ക്രിപ്റ്റഡും അല്ല, വെറുതെ ഇരുന്ന് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഒരുപാട് യാത്രാ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കാണാം നമ്മുടെ ചാനലിനകത്ത്. തുടക്കം മാത്രമാണിത്, സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൽ അത്യാവശ്യം വ്യൂസൊക്കെ കയറി വരുന്നുണ്ട്. നമ്മുടെ സേഫ് ബൈറ്റ് ബൈ ഉദയ എന്ന് പറഞ്ഞ വേറൊരു ചാനലുണ്ട്, സ്കാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈബർ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട ചാനലാണ്. നിങ്ങൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം നിർത്താം അല്ലേ? നിർത്താം. അപ്പം എല്ലാവർക്കും, നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ് പറയാം, കാരണം ഇവിടെ രാത്രി സമയം എത്രയാ? 12 മണിയോ 1 മണിയോ 12 കഴിയും തോന്നുന്നല്ലേ. 12:30 സമയം. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. പറ. ഗുഡ് ബൈ. ഗുഡ് ബൈ.